MLA ശ്രീ റോജി എം ജോൺ നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ റോജി എം ജോൺ, ഇവിടെ ഈ ആനയെ തളയ്ക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അവിടെ ഒരാൾ ചവിട്ടേറ്റ് മരിച്ചിട്ടുണ്ട്. നിലവിൽ എന്തൊക്കെ വിവരങ്ങളാണ് MLAക്ക് കിട്ടിയിട്ടുള്ളത്? ഇപ്പൊ ആനയെ തളയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. നമ്മൾ അതിന് മയക്കുവെടി വെക്കാനുള്ള ഫണ്ടുകൾക്ക് എത്തിയിട്ടുണ്ട്. അതിനുള്ള പരിപാടികളും ആരംഭിച്ചിട്ടുമുണ്ട്. അപ്പോ ഒരാൾ മരണപ്പെട്ടു, ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ആന വളരെ അക്രമാസക്തമായിട്ടാണ് ആന നിൽക്കുന്നത്. അത് കഴിച്ച കുറെ നേരമായിട്ട് അതുണ്ട്. അപ്പോ മയക്കുവെടി വെക്കാനുള്ള സംഘമൊക്കെ എത്താനുണ്ടായ ഒരു കാലതാമസമാണ്. കാരണം ആർക്കും അതിന്റെ അടുത്തേക്ക് പോകാൻ പറ്റാത്തൊരു രീതിയിലായിരുന്നു ആന ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മയക്കുവെടി സംഘം എത്തി അതിനെ തളയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ആളുകളെയൊക്കെ പരമാവധി ആനയുടെ അടുത്ത് നിന്ന് മാറ്റി. ഇതിപ്പോ ഒരു ക്ഷേത്രത്തിന്റെ മുറ്റത്താണ് ആന ഉള്ളത്. അതുകൊണ്ട് അവിടെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട റോഡും അവിടെ വലിയ ജനവാസ മേഖലയും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ആന പുറത്തേക്ക് ഇറങ്ങാതെ അതിനകത്ത് വെച്ച് തന്നെ തളയ്ക്കാനായിട്ടാണ് നോക്കുന്നത്. ശ്രീ റോജി, ഇത് ഈ കിടങ്ങൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണല്ലോ. അവിടുത്തെ ആനയല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. പുറത്തുനിന്ന് കൊണ്ടുവന്ന ആനയാണ്, അവിടെ തൊഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്നാണ്. അത് വസ്തുതയാണല്ലോ അല്ലെ? ഈ കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തില് സ്ഥിരമായിട്ട് ആനകളെ പുറത്തുനിന്ന് തൊഴിക്കാൻ കൊണ്ടുവരാറുണ്ട്. ഇവിടെ ഈ മഹാവിഷ്ണു ക്ഷേത്രത്തില് നാളെ മുതൽ അവിടെ ഉത്സവം ആരംഭിക്കാനിരിക്കുകയാണ്. അപ്പോ അവിടെ നിരന്തരമായി ഇതുപോലെ ആനകൾ പുറത്തുനിന്ന് വരാറുണ്ട്. അതുപോലെ ദീർഘദൂരങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ആനകളെ ചിലപ്പോൾ വിശ്രമിക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു ഇടത്താവളം പോലെ ഇവിടെ ചിലപ്പോൾ 1 ദിവസം 2 ദിവസം ഇവിടെ നിർത്താറുണ്ട്. അങ്ങനെ നിരന്തരം എന്നവണ്ണം ആനകൾ വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണിത്. അപ്പോ ഇന്നിപ്പോ ഈ ഇടഞ്ഞ ആന അത്തരത്തിൽ പുറമേ നിന്ന് തൊഴിക്കാൻ കൊണ്ടുവന്ന ഒരു ആനയാണ്. ഈ മരിച്ച ആളെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയോ താങ്കൾ? മരിച്ച ആൾ ഈ വാഹനത്തിന്റെ ഡ്രൈവർ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ആളുടെ പേര് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ രണ്ടാം പാപ്പാനാണ് പരിക്ക് പറ്റിയതെന്നും മനസ്സിലാക്കുന്നു. ഇവിടെ ഇത് ആദ്യത്തെ സംഭവമാണെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ ഇത് ആദ്യത്തെ സംഭവമാണ്. ഇവിടെ ഇങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഈ ആന തന്നെ ആളുകൾ പറയുന്ന അനുസരിച്ച് ഇവിടെ ചുറ്റുവട്ടത്തൊക്കെ നിരവധി ക്ഷേത്രങ്ങളില് ഉത്സവത്തിന് വരികയും അവിടെ എഴുന്നള്ളിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആനയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഈ ആനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. മറ്റേ പാപ്പാൻ ഉൾപ്പെടെയൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു അക്രമാസക്തമായിട്ടുള്ള രീതിയിൽ ഈ ആന ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ആദ്യ സംഭവമായിട്ടാണ് പറയുന്നത്. ശ്രീ റോജി, ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണോ? മയക്കുവെടി സംഘം എത്തിയിട്ടുണ്ട്. അവര് മയക്കുവെടി വെക്കുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആന അല്പം അക്രമാസക്തമാണ്. മാത്രമല്ല അവിടെ ഈ ഉത്സവത്തിനൊക്കെ ആയിട്ടുള്ള ഇപ്പൊ ഒരു മയക്കുവെടി വെച്ചിട്ടുണ്ട്. ഒരു മയക്കുവെടി വെച്ചിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായും തളച്ചു എന്ന് പറയാൻ കഴിയില്ല. അതിന് ഇപ്പൊ ഏതായാലും ഉടനെ തന്നെ അത് നിയന്ത്രണ വിധേയമാകും. ശരി, വളരെയധികം നന്ദി. ശ്രീ റോജി എം ജോൺ MLA ആണ് നമ്മളോട് സംസാരിച്ചത്. ഒരു മയക്കുവെടി വെച്ചിട്ടുണ്ട്, പക്ഷേ ആനയെ പൂർണ്ണമായും തളച്ചു എന്ന് പറയാൻ കഴിയില്ല. അധികം വൈകാതെ തന്നെ സ്ഥിതി നിയന്ത്രണ വിധേയമാകും എന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത്. അവിടുത്തെ വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ വിഷ്ണുവാണ് ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടത്. വിഷ്ണുവിൻ്റെ മൃതദേഹം എടുക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അത്രയും അക്രമാസക്തമായിരുന്നു ആന. ആളുകൾക്ക് അടുത്തേക്ക് പോകാൻ കഴിഞ്ഞതിൽ ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷമാണ് ഈ ചെറുപ്പക്കാരൻ്റെ മൃതദേഹം പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നാട്ടുകാരൊക്കെ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. ആന വിരണ്ട് തന്നെ നിൽക്കുന്നു. ആന ആളുകളെ വിരട്ടുകയും ചെയ്യുന്നുണ്ട്. ഇതാദ്യമായിട്ടാണ് ഈ കൊല്ലത്ത് നിന്ന് വന്നിട്ടുള്ള ഈ ആന ഇതുപോലെ അക്രമാസക്തമാകുന്നത് എന്നതാണ് പറയുന്നത്. പ്രദേശത്തെ സംബന്ധിച്ചും ഇത് ആദ്യത്തെ സംഭവമാണ്. സാധാരണ നിലയിൽ ഇവിടെ കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആനകളെ തൊഴിക്കാൻ കൊണ്ടുവരുന്നത് ഒരു പതിവാണ്. പക്ഷേ ഇങ്ങനൊരു സംഭവം ആദ്യമാണ്. മാത്രമല്ല കൊല്ലം മയ്യനാട് പാർത്ഥസാരഥി എന്ന ഈ അക്രമാസക്തനായ ആനയെ സംബന്ധിച്ചും ഇതിനു മുൻപ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. വളരെ ശാന്തപ്രകൃതക്കാരനാണ് ഈ മയ്യനാട് പാർത്ഥസാരഥി എന്നാണ് പാപ്പാന്മാർ പറയുന്നത്. പക്ഷേ ഇന്ന് എന്താണ് കാരണം എന്നറിയില്ല. ആന അവിടെ അക്രമാസക്തമായ നിലയിലാണ് ആന പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പൂർണ്ണമായി തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മയക്കുവെടി വെച്ചിട്ടുണ്ട്, അത് വലത്തെ കാലിലാണ്. പക്ഷേ അതിൽ ശാന്തതയിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ഇല്ലെങ്കിൽ പിന്നീട് വീണ്ടും ഒരിക്കൽ കൂടി മയക്കുവെടി വെക്കേണ്ടി വരും എന്നതാണ് മനസ്സിലാക്കുന്നത്. റോജി എം ജോൺ നമുക്ക് വിവരങ്ങൾ നൽകുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.